വേദിയിലും സദസ്സിലുമുള്ള പുണ്യാത്മാക്കളെ, സ്നേഹസ്വരൂപികളെ, എൻ്റെ പേര് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ. 1927 നവംബർ 27 കേരളത്തിൽ വന്ന് ഇവിടുത്തെ ജാതി കോമ്പനങ്ങളെ കൊണ്ട് സഖികെട്ട വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഹിയർ ഐ മെറ്റ് എ റിമാർക്കബിൾ മാൻ. അതായിരുന്നു ചട്ടമ്പി സ്വാമി. അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഡിസംബർ 13 തിരുവനന്തപുരത്ത് വന്നത്. 1927 അവിടെ ഭ്രാന്താലയത്തെ പ്രാർത്ഥനാലയമാക്കി മാറ്റിയ ഒരു മഹാത്മാവ്, ഗുരുക്കന്മാരുടെ ഗുരു. ആ ഗുരു ഈ സദസ്സിൽ ഒരു സംഗമ കൂടാരമാണ് ഇന്ന് ഈ കണ്ട ഈ സദസ്സ്. എന്താണ് സംഗമ കൂടാരം എന്ന് പറഞ്ഞാൽ, ഈ സദസ്സിൽ 3 തലമുറകളുടെ സംഗമം ഉണ്ടായി. ജ്ഞാനവർദ്ധന്മാരുടെ മുതിർന്ന തലമുറ, യുവജനങ്ങളുടെ ഒരു തലമുറ, 3ാമത്തെ തലമുറ ഈ അരുമക്കിണാക്കൾ. എംപവർമെന്റ് ഓഫ് വിമൻ, സ്ത്രീ ശക്തിയുടെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് കാണും ആമിനെയും അവിടെയും. ശരിക്ക് ഒരു നവോത്ഥാനം, സ്ത്രീകളുടെ ഒരു നവോത്ഥാനം, അത് ഇന്ന് ചർച്ചാ വിഷയമായി. ശരിക്ക് വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദം അറിവാണെന്ന് ഇതിൽ പറഞ്ഞു, പ്രബന്ധങ്ങളിൽ പറഞ്ഞു. വേദം അറിവാണ്. വേദാന്തി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അന്ത്യം, അങ്ങേയറ്റം. ഇനി അറിയാനായിട്ട് ഒന്നുമില്ല. ആ വേദത്തെ നിരൂപിക്കാനുള്ള ആ ഉദ്യമം അസാമാന്യമാണ്. അത് ഒരു കേരളക്കരയിൽ നിന്ന് ഒരു മലയാളിയിൽ നിന്ന്. അതാണ് ചട്ടമ്പി സ്വാമിയുടെ ഗുരുക്കന്മാരുടെ ഗുരു. എന്തുമാത്രം ആധ്യാത്മിക ആചാര്യന്മാരെ വാർത്തെടുത്ത ആ മഹാത്മാവ്. ശരിക്ക് ഇന്നും ആ മഹാത്മാവിനെ അവഗണിച്ചിരുന്നു. ശരിക്ക് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ രൂപത്തിൽ, അദ്ദേഹത്തിൻ്റെ രൂപം, ഭാവം, കണ്ണുകളുടെ പ്രഭാവം എല്ലാം കാണപ്പെടുന്ന ഒരു പ്രതിമയുണ്ട്. അതാണ് നാമക്ഷേത്രമായ അഭേദാശ്രമത്തിൽ അഭേദാനന്ദ സ്വാമിജി നേരിട്ട് രൂപകൽപ്പന ചെയ്ത ആ ചട്ടമ്പി സ്വാമിയുടെ പ്രതിമ. അത് മാത്രമാണ് ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് പ്രജ്വലിക്കുന്നത്. വേറെ യാതൊന്നും തന്നെ ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനവും ജയന്തിയും അവധിയായിട്ട് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും, മന്നത്തിൻ്റെ ജനുവരി 2 അവധിയായിട്ട് ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് സ്മരിക്കുന്നതിന് ഇന്ന് വരെ ഈ പ്രബുദ്ധ കേരളം തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് നമ്മളെ ലജ്ജിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ തലകുനിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ശരിക്ക് നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന, കേരളത്തിൽ ഒരു നവചൈതന്യം ഉണ്ടാക്കിയ ആ മഹാത്മാവിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തതിനെ കുറിച്ച് 2 പേരും പരാമർശിച്ചു. സർവത്ര സമദർശനം, ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ഇക്വാളിറ്റി, സർവത്ര സമദർശനം. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ ഇല്ലാതാകുന്ന, ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കുന്നത്. പക്ഷെ ആ ഭരണഘടനയിൽ തന്നെ പറയുന്നു, ജാത്യ ഉള്ളത് തൂത്താ പോകും, ജാതി ഉന്മൂല, ഇറാഡിക്കേഷൻ ഓഫ് കാസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മതം മാറിയാൽ മതമില്ലാന്നാണ്. ഹിന്ദു ക്രിസ്ത്യാനി ആയാൽ പിന്നീട് ഹിന്ദു അല്ല. പക്ഷേ അവന് ഇസ്ലാം ആയാലും ശരി, അവന് ക്രിസ്ത്യാനി ആയാലും യഹൂദനായാലും ജാതി അവിടെ ഉണ്ടായിരുന്നു. ദളിത് ക്രിസ്ത്യനെ അറിയപ്പെടുന്നു. ഇപ്പോൾ ഒരു ജാതിരഹിത സമൂഹം ഉണ്ടാക്കുന്ന ആ ചട്ടമ്പി സ്വാമിയുടെ ആ ഐഡിയോളജി ഇന്ത്യൻ ഭരണഘടന വരെ മാറ്റി എഴുതേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുക. ആർട്ടിക്കിൾ 30, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 28 ഇതൊക്കെ സർവത്ര സമദർശനം എന്ന് പറയുന്ന
കത്തിവെക്കുന്ന വകുപ്പുകളുണ്ട്. സുപ്രീം കോടതി തന്നെ പല വിധിന്യായങ്ങളിലും അത് ആരൊക്കെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇനിയും ഒരുപാട് മാറാനുണ്ട്. വി ഹാവ് മൈൽസ് ടു ഗോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട അനുജന് ശ്രീ മോഹൻകുമാർ സാറിനെ ഹാർദമായിട്ട് എല്ലാവരുടെയും നാമത്തിൽ അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ ലക്ഷ്മി സാറ്, അതേപോലെ തന്നെ ശ്രീ മോഹൻകുമാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യർ, ഇതിൽ നിരവധിയായിട്ടുള്ള ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം സംസാരിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ നേരത്തെ സാറ് സൂചിപ്പിച്ചു 3 ടൈപ്പുണ്ട്. ഞാൻ കാണുന്ന 2 ടൈപ്പാണ്. ഒന്ന് ജെൻസിയും അല്ലാതെയുള്ളത്. ജെൻസി ഇന്നത്തെ ആധുനിക പ്രായോഗിക കാര്യങ്ങളെക്കുറിച്ചാണ് അവർ വിശദീകരിച്ചത്. ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഭൗതിക സിദ്ധാന്തമാണ് അവർ അവതരിപ്പിച്ചത്. അതായത് അതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രസക്തി വളരെ വ്യക്തമായിട്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാമിയുടെ ഭാഷ എല്ലാവർക്കും പറയാൻ കഴിയും, അത് പാർട്ടിയാണ്. ഇപ്പോൾ ആമീന എഴുതിയിരിക്കുന്ന ചാതുർവർണ്ണയത്തിൽ എല്ലാവർക്കും വേദപഠനം സാധ്യമാണെന്ന് പറയുമ്പോൾ 2ാം തരം പൗരന്മാരായി അക്കാലത്ത് കണക്കാക്കി. ഇപ്പോൾ ചട്ടമ്പി സ്വാമികൾ വേദാധികാരികളുടെ രൂപം വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ തലമുറ ആ സമത്വം ഇന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സമത്വമുണ്ടോ? മെറിറ്റിന് ഇന്ന് അംഗീകാരമുണ്ടോ? ജാതിയുടെ പേരിൽ തനി വിവേചനമല്ലേ ഇന്ന് ഇവിടെ നടക്കുന്നത്? അദ്ദേഹം ഇതിനു വേണ്ടി പറഞ്ഞു, ജാതിപരമായിട്ട് മാറ്റി നിർത്തിയല്ലേ ഇന്ന് കഴിവുള്ള ആളുകളെ. അതിനാരാ സമാധാനം വേണ്ടത്? ഇവിടെ ഭരണകൂടം പറയും നല്ല കഴിവുള്ള കുട്ടികൾ പലപ്പോഴും ഇവരെ പോലെയുള്ളവർ പിന്തള്ളപ്പെട്ടു പോകുന്നത് ജാതിയുടെ പേരിലല്ലേ. പിന്നെ ജാതിയിൽ പറഞ്ഞതുകൊണ്ട് 98% മാർക്ക് മേടിച്ചാലും നിനക്ക് ജോലിയില്ല, നിനക്ക് PhD ഗവേഷണം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായിട്ട് പുതിയ തലമുറ ചിലപ്പോൾ ജെൻസി ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് വരും. അതിന് അതിവിദൂരമല്ല. ഈ അവരുടെ 2 പ്രബന്ധങ്ങളിലും അത് ഒളിഞ്ഞും തെളിഞ്ഞും നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളെ പറ്റി അവരുടേതായ വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഭരണഘടനയെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ ആർട്ടിക്കിൾ പറഞ്ഞുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനോട് തന്നെ NEP-യെ പറ്റിയും ഹരിദാസ് സൂചിപ്പിച്ചു. സ്മാർട്ട് ക്ലാസ് റൂമിനെ പറ്റി സംസാരിച്ച അതേ സംഗതി തന്നെയാണ് ഹരിദാസ് സൂചിപ്പിച്ചത്. അമീന സൂചിപ്പിച്ചതിലും അതൊക്കെ തന്നെയാണ്. എന്താണ് വേദാധികാരം നിരൂപണത്തിന്റെ വെളിച്ചത്തിൽ ഭരണഘടനയിൽ ഇന്ന ആർട്ടിക്കിളുകൾ ജാതി, മതം, ലിംഗം തുടങ്ങിയ വിവേചനങ്ങൾ നിരോധിക്കുന്നുവെന്ന് ഞാൻ ചോദിക്കട്ടെ, ജാതിയുടെ പേരിൽ എന്തേ മെറിറ്റിനെ അവഗണിക്കുന്നത്? ഭരണഘടനയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ചില പ്രത്യേക സമുദായങ്ങളിൽ പിറന്നവർ മെറിറ്റ് കൂടിയാൽ പോലും ജാതിയുടെ പേരിൽ അവരെ മാറ്റി നിർത്തുന്നു. എന്തിൻ്റെ പേരിൽ? മറുപടി പറയാനുള്ള ബാധ്യത ഇന്നത്തെ തലമുറയ്ക്കുണ്ട്, ഇന്നത്തെ ഭരണകൂടത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എവിടെ സമത്വമുള്ളത്? ചട്ടമ്പി സ്വാമി സമത്വത്തിന് വേണ്ടി പറഞ്ഞു. എവിടെ സമത്വമുള്ളത്? ഒരിക്കലുമില്ല. അതായത് ബുദ്ധിയിൽ പോലും അസമത്വം നിലനിൽക്കുന്നു, തലച്ചോറിൽ അസമത്വം നിലനിൽക്കുന്നുണ്ടെന്ന്. പിന്നെ വേറൊരു യോജിപ്പ് അടുത്തുള്ള ഇവരുടെ 2പേരുടെയും ആ ഭാഷയും കാര്യങ്ങളും എല്ലാം തന്നെ 100% നിങ്ങളുടെ ഇനിയും ഒരു റിസർച്ച് നടത്തുന്നുണ്ട് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ചട്ടമ്പി സ്വാമികളുടെ ആധുനിക വീക്ഷണത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സാമ്പത്തിക സിദ്ധാന്തം മിതവ്യയത്തെ കുറിച്ച് ആധുനിക എക്കണോമിക്സ് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ ഉള്ളതിന് വെച്ചിട്ട് മിതവ്യയം, മിച്ചമൂല്യ സിദ്ധാന്തം എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പേഴ്സണാലിറ്റി മാനേജ്മെന്റ്, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ഇത്
സ്വാമിയെ പറഞ്ഞു നടക്കുമ്പോൾ അത് ജെൻസി തലമുറയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. ജെൻസി എന്ന് പറയുന്നത് 50 കഴിഞ്ഞവരെ കുറിച്ചല്ല. 18, 20, 25, 30 താഴെയുള്ള ജെൻസി ചിന്തിക്കുന്നത് ആ രീതിയിലാണ്. മാനേജ്മെന്റ് സിസ്റ്റം, ഞാൻ നേരത്തെ പേഴ്സണാലിറ്റി മാനേജ്മെന്റ് പറഞ്ഞു, മാനേജ്മെന്റ് സിസ്റ്റം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോഴും ചർച്ച എന്തെന്നറിയാം, നാരായണ ഗുരുവിന്റെ ശിഷ്യനാണോ, ഗുരുവാണോ, സമകാലീനനാണോ എന്നാണ് ഇന്ന് കേരളത്തിൽ ചർച്ച. എന്തിനോ ഇതില് മീന അവർ പറയുന്ന ഒരു ഭാഷ, ഒരു ചെറിയ ഒളി, അതായത് എല്ലാം തുറന്നു പറയാനുള്ള ഒരു ആർജവം ആ പ്രബന്ധകാരി അല്ലെങ്കിൽ ഗവേഷകയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ അവർ ഒരു വരി പറയുന്നുണ്ട്, ഞാനത് പ്രത്യേകം നോട്ട് ചെയ്യും. ഹരിത കഴിഞ്ഞിട്ടോ പറയാതെ പോയാൽ ചട്ടമ്പി സ്വാമിയോടുള്ള നീതി പുലർത്താൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അത് എനിക്ക് പറയേണ്ടി വരുന്നത്. അതായത് അവരുടെ ഒരു വരി, അവരുടെ പേര് 3ാമത്തെ ലേഖനമാണ്. അതായത് ബീന മിത്ര PhD റിസർച്ച് സ്കോളറാണ്. എന്തിന് ഗവേഷകന്, ചട്ടമ്പി സ്വാമി ഗവേഷകനാണ്, റിസർച്ചാണ്, ഗവേഷണം നടത്തിയാണ് അദ്ദേഹം യുക്തി കണ്ടെത്തിയത്. അപ്പോൾ അതിൽ അവർ പറയുന്നത് ശ്രീ നാരായണ ഗുരു, അയ്യങ്കാളി എന്നിവരുടെ സമകാലികനായിരുന്ന ചട്ടമ്പി സ്വാമിയുടെ ആശയങ്ങളും കേരളത്തിൽ സമത്വബോധവും സാമൂഹ്യനീതിയും വളർത്തുന്നതിൽ അതെങ്ങനെ ശരിയാവും? ശ്രീ തൈക്കാട് അയ്യങ്കാളി സ്വാമിയുടെ ശിഷ്യന്മാരായിട്ട് പല വിഷയങ്ങളിൽ നാരായണ ഗുരുദേവനും ശ്രീ ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും അവിടെ നിന്ന് അഭ്യസിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീ നാരായണ ഗുരുദേവന് ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. അങ്ങനെ ശ്രീ നാരായണ ഗുരുദേവന് ഗുരുവായിരുന്നു. അത് അദ്ദേഹം സമാധി ചെയ്തപ്പോൾ നാരായണ ഗുരുദേവൻ അത് എഴുതിയതും അങ്ങനെ തന്നെയാണ്. അവർക്ക് തമ്മിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ചില നായർ നേതാക്കന്മാരൊക്കെ ഈഴവ നേതാക്കന്മാരൊക്കെയാണ് തർക്കമുള്ളത്. അവർക്ക് രണ്ടുപേർക്കും ഒരു തർക്കവുമില്ല. ചട്ടമ്പി സ്വാമികൾ വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഗുരുകുലവും തുടങ്ങിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള നാരായണ ഗുരുദേവൻ എന്താ ചെയ്തത്? അവിടെ എല്ലാ ജാതിയിലുള്ളവർക്ക് വേദം പഠിക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരുകുലം അവിടെ ശിവഗിരിയിൽ മണം തുടങ്ങി. അടുത്ത മറ്റൊരു ശിഷ്യൻ എന്താ ചെയ്തത്? തീർത്ഥവാദ സമ്പ്രദായം തുടങ്ങി. അവർ തമ്മിലൊന്നും ഒരു തർക്കവുമില്ല. തർക്കം ഇപ്പോഴത്തെ നായന്മാർക്കും പുതിയ ചില ഇഴവന്മാർക്കും മാത്രം. ഇതൊന്നും അല്ലല്ലോ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭൗതിക ജീവിതക്രമം. എനിക്ക് ഈ രണ്ട് ജൻസി എന്ന് പറയുമ്പോൾ എങ്ങനെ അവർ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. അനിയത്തിമാരെന്ന മക്കളെന്നോ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇന്നത്തെ തലമുറയ്ക്ക് അതാണ് ഇഷ്ടം. അതേപോലെ തന്നെ സ്ത്രീ സമത്വത്തെ കുറിച്ച് ചട്ടമ്പി സ്വാമികളുടെ ആശയം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ലഫ്റ്റനന്റ് സുഗതകുമാർ സാർ വളരെ ഗഹനമായ രീതിയിൽ, സമയമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും, അതൊക്കെ ആയിക്കോട്ടെ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ രണ്ടുപേരുടെ ഈ ലേഖനം തന്നെയാണ്. മറ്റവരുടേത് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ നിരവധിയായിട്ടുള്ള ചട്ടമ്പി സ്വാമിയുടെ 2-3 പ്രബന്ധങ്ങൾ ഇതേപടി PhD എടുത്തവരുടേത് നോക്കിയിരുന്നു. പക്ഷെ മറ്റൊരു വിഷയത്തിൽ കൈകാര്യം ഞാൻ വിചാരിച്ചു ഇവർ ഇതിൽ തന്നെയാണ് റിസർച്ച് ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പിന്നെയാണ് മനസ്സിലാക്കി വേറെ വിഷയത്തിലാണ്. നിങ്ങൾ ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോകണം. ഇനിയും ചട്ടമ്പി സ്വാമിയുടെ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവും ശക്തിയും നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹാഗുരുവായിട്ടുള്ള ശ്രീ വിദ്യാധിരാജൻ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള കഴിവുകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ഇനി ആരെങ്കിലും ഉണ്ടോ?